സ്ഥാനമില്ലെങ്കിൽ പോലീസ് പൊക്കും, സ്ഥാനം നൽകരുതെന്ന് സ്വന്തം പാർട്ടി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾ പാർട്ടിയെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിയ പിണറായി വിജയൻ്റെ അവസ്ഥ വലിയ കഷ്ടമായി മാറുകയാണങ്ങനെ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് എന്നല്ല, ഒരു പദവിയും കൊടുക്കുകയോ ഒരധികാര സ്ഥാനങ്ങളിലേക്ക് പോലും അടുപ്പിക്കുക പോലും ചെയ്യരുത് എന്ന വലിയ വികാരമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. CPM-ൻ്റെ ഇത്രയും വലിയ ദയനീയമായ തോൽവിക്ക് കാരണം പിണറായി വിജയൻ മാത്രമാണെന്ന് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു. ആ പിണറായിയുടെ എല്ലാ തട്ടിപ്പുകൾക്കും കഴിവുകേടുകൾക്കും കുടപിടിച്ച MV ഗോവിന്ദനും ഇപ്പോൾ CPM-കാരുടെ ഒരു ശത്രുവായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം വരെ പാർട്ടിയെയും മുന്നണിയെയും വിറപ്പിച്ച പിണറായി വിജയൻ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. കൂടുതൽ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പ്രവർത്തകർ തന്നെ ഇളകുകയാണ്. പാർട്ടിയിൽ നിന്നും പിടിച്ച് പുറത്താക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുമെന്നൊരു സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. ഈ അവസ്ഥയിൽ പിണറായിയെ വലിച്ചു പുറത്തിട്ടാൽ പാർട്ടിയിലെ ഒരു കുഞ്ഞുപോലും മിണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം. എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും പിണറായിക്കെതിരെ തിരിയുന്നതിനിടയിൽ ഇപ്പോഴിതാ പോളിറ്റ് ബ്യൂറോ തന്നെ പിണറായിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ച ശേഷം ചേർന്ന ഓൺലൈൻ PB യോഗത്തിൽ 5-ലധികം അംഗങ്ങൾ പിണറായി വരുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തുന്ന പിണറായിയെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുന്നത് സംഘടനാപരമായി ഉചിതമാകില്ല എന്ന അഭിപ്രായമാണ് പോളിറ്റ് ബ്യൂറോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ചേരുന്ന ജില്ലാ കമ്മിറ്റികൾ മുഴുവനും പിണറായി വിജയനെ പാർട്ടിക്ക് അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പിണറായിയെ കാണിച്ച് നിയമസഭയിൽ മത്സരിച്ചത് തന്നെ തെറ്റ്. ഇനി പ്രതിപക്ഷ നേതാവ് കൂടിയാക്കിയത് ഇത് ലോകമണ്ടത്തരമാണെന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ CPM-ൻ്റെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് വന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരായ അണികളുടെ എതിർപ്പ് അവഗണിച്ചത് വലിയ തിരിച്ചടിയായി എന്നും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പ്രതിസന്ധി മലബാറിലാകെ എതിർവികാരമുണ്ടാക്കിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന ധാർഷ്ട്യവും ശരീരഭാഷയും അത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും യോഗത്തിൽ വിമർശനമുയരുകയാണ്. വസ്തുനിഷ്ഠമായ വിശകലനം നടത്താൻ നേതാക്കൾ തയ്യാറാകണമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ഉയർന്നു വരുന്നു. അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രസ്താവനകൾ ഒന്നും തന്നെ തള്ളിപ്പറയാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങൾ പാർട്ടിക്കെതിരാകാൻ ഇത് കാരണമായി. പുതിയ കേഡർമാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ചില നേതാക്കൾ തടസ്സം നിൽക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിഴവ് സംഭവിച്ചതായും പാർട്ടി ഉറപ്പിക്കുകയാണ്. പാർട്ടിയിൽ പിണറായിയുടെ ഏകാധിപത്യമാണെങ്കിൽ എറണാകുളത്ത് P രാജീവിൻ്റെ ഏകാധിപത്യമാണെന്നും CPM ഉറപ്പിക്കുകയാണ്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. പാർട്ടിയിൽ പിണറായി വിജയൻ മാത്രം എന്ന രീതിയാണ് നിലവിലുള്ളതെന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാത്രം ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റി പറയുന്നു. CPM-ലെയും LDF-ലെയും ജനകീയരായ നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ച് പിണറായി ഒരു ഏകാധിപതിയെപ്പോലെ മാത്രം അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിക്ക് കാരണമാണെന്ന് അവർ ഉറപ്പ് പറയുകയാണ്. തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തം പിണറായി വിജയനാണെന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇനി CPM-ൻ്റെ പഴയ സിദ്ധാന്തമനുസരിച്ച് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പതിവിൽ നിന്നും വിപരീതമായി പ്രായമായതുകൊണ്ട് മാത്രം പിണറായിയെ പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് മാത്രം. അതുമാത്രമല്ല, നിലവിൽ കമ്മിറ്റികളിൽ കുറേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുള്ളതുകൊണ്ട് അത്ര വേഗം തരം താഴ്ത്തലിനും സാധ്യതയില്ല. എങ്കിലും ഇനിയും കൂടുതൽ പാർട്ടി കാര്യങ്ങളിൽ പിണറായി ഇടപെട്ടാൽ പണി പാളുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകുകയും അഴിമതി കേസിൽ അകത്താകുകയും ചെയ്താൽ പാർട്ടിക്കുണ്ടാകുന്ന നാണക്കേടും ക്ഷീണവും ചെറുതല്ല എന്നുള്ള അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞു. ഏതായാലും പണ്ടത്തെ വിജയൻ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴത്തെ വിജയനാണെങ്കിൽ തോറ്റ് തൊപ്പിയിടുകയും പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ്. നാട് വിടുക എന്ന് പറഞ്ഞാൽ നാണക്കേടാകും. അതുകൊണ്ട് തൽക്കാലം പാർട്ടിയോട് കാലുപിടിച്ചാണെങ്കിലും കുറച്ചു കാലം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. സ്വയം രാജിവെക്കുന്നതുവരെ കാത്തുനിൽക്കാൻ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് പുതിയ തീരുമാനം. അങ്ങനെ വരുമ്പോൾ കുറച്ചു മാസമോ ഒരു വർഷമോ എടുത്ത് ഈ പദവിയും രാജിവെച്ച് അരങ്ങൊഴിയാനാണ് സാധ്യത കാണുന്നത്.